ഈ തെരഞ്ഞെടുപ്പിൽ മോദിയും BJPയും വീണ്ടും അധികാരത്തിലെത്തിയാൽ പിന്നീട് രാജ്യത്ത് ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറകാല പ്രഭാകർ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. അതിന്റെ ഒരു നേർ തെളിവ് കണ്ടോളൂ. ഇത് BJPയുടെ ഹൈദരാബാദ് സ്ഥാനാർത്ഥി മാധവി ലത. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾക്കും പരിധിയില്ല. റോഡ് ഷോയ്ക്കിടയിൽ ഒരു മോസ്കിന് മുൻപിലെത്തിയപ്പോൾ മോസ്കിലേക്ക് അമ്പ എന്നതുപോലെയുള്ള ആംഗ്യം കാണിച്ചതാണ് ഇവർ. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ ഇവർ കാണിക്കുന്നത് കണ്ടോ? പോളിംഗ് ബൂത്തിന് പുറത്ത് ഇവർ മുസ്ലിം വോട്ടേഴ്സിന്റെ ID പരിശോധിക്കുകയാണ്. ഇവർക്ക് 5 പൈസയുടെ വിവരമോ വിവേകമോ ഉണ്ടോ? എന്ത് അധികാരത്തിലാണ് ഇവർ ഇത് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടറുടെയും ID ചെക്ക് ചെയ്യാൻ അധികാരമില്ലെന്ന ബേസിക് വിവരം പോലും ഇവർക്കില്ലല്ലോ. അതിനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് മാത്രമാണ് ഉള്ളത്. ഇത് പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം. എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? പരസ്യമായി ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് ധൈര്യം വന്നതിന്റെ അർത്ഥം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് വെറും ജീവനില്ലാത്ത കോലം ആണെന്നല്ലേ? അതിനും ഭീകരമായ കാര്യം, ഒരു ദേശീയ ചാനലുകൾ പോലും ഇത് കാണിക്കുകയോ ഇതിനെതിരെ ശബ്ദമുയർത്തുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എത്ര വലിയ കുറ്റം ചെയ്താലും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല. ഒരു നാണവുമില്ലാതെ സ്വേച്ഛാധിപത്യ ഭരണത്തിന് കുഴലൂതുകയാണ് ഈ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ. എന്നിട്ട് ഇവർ ഇത് ന്യായീകരിക്കുന്നത് മാധ്യമം ANI കാണിക്കുകയാണ്. Or as per law, candidate has a right to check the identity card with the face without the face mask. I've only requested them, can I please see and verify with the ID card? And if somebody wants to make a big issue out of it, that means that he's scared of it. ഇവർ പറയുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവർക്ക് വോട്ടർമാരുടെ ID ചെക്ക് ചെയ്യാൻ അവകാശമുണ്ടത്രേ. അങ്ങനെ ഒരു അവകാശം സ്ഥാനാർത്ഥിക്കുണ്ടെന്ന് ഇവർ എവിടെ നിന്നാണ് പഠിച്ചത്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ? അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടോ? എന്തുകൊണ്ടാണ് BJPയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരുടെയും മുഖഭാവം ഇങ്ങനെ ഇരിക്കുന്നത്? പ്രധാനമന്ത്രി ഉൾപ്പെടെ BJPയുടെ വളരെയേറെ സ്ഥാനാർത്ഥികളാണ് നഗ്നമായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നത്. ഇതിന്മേൽ മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ ഒന്നും കാണാതെ കണ്ണടച്ച് ഉറക്കം നടിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണോ? സൂറത്തിലെ പോലെ, ഇൻഡോറിലെ പോലെ ഇവിടെ കണ്ടതുപോലെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പേ അല്ല. ഇതൊരുമാതിരി ഏകദേശം റഷ്യയിലും നോർത്ത് കൊറിയയിലും നടക്കുന്ന കോമാളി തെരഞ്ഞെടുപ്പ് പോലെയായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ സംസ്കാരമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ? ഇനിയും മോദി അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുഴുവനും എല്ലാ സീറ്റുകളിലും ഇങ്ങനെയാവും തെരഞ്ഞെടുപ്പ് നടക്കുക, തീർച്ചയാണ്. അതുകൊണ്ട് വിവേകമുള്ള ജനങ്ങളെ ഉണരുക, രാജ്യത്തെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ.